ഇന്ന് വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ തോന്നിയൊരു മോഹമാണ് കുറച്ച് കപ്പ പുഴുങ്ങി കഴിച്ചാലോ എന്ന്. അപ്പോൾ കപ്പയുടെ കൂടെ നല്ല കാന്താരി ചമ്മന്തി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കപ്പ പറിക്കാൻ വേണ്ടി ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ നല്ല മഴയായിരുന്നു, രാവിലെ മുതലൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ മഴ ഒന്ന് തോർന്നതിന് ശേഷം ഞങ്ങളൊന്ന് ഇറങ്ങിപ്പോയി നോക്കിയാണ്. അപ്പോൾ വലിയമ്മ ഏട്ടനും കൂടി തകൃതിയായിട്ട് കപ്പ പറിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലോണം ചെടികളുണ്ട്, കപ്പ ചെടികൾ. പക്ഷേങ്കിൽ അതിൽ നിന്നും കപ്പ ആയിട്ടില്ല, ഒക്കെ കുഞ്ഞുങ്ങൾ മാത്രമേ കിട്ടില്ല. എന്നാലും 2-3 പറിച്ചിട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ മണ്ണൊക്കെ മാറ്റി പതുക്കെ എടുക്കുകയാണ്. കാരണം അതും എന്താ പറയുക, പൊട്ടിപ്പോയാലും നമുക്ക് പിന്നെ കിട്ടില്ലല്ലോ. അപ്പോൾ അവസാനം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറേ എണ്ണം ഉണ്ടെങ്കിലും ഒരു 2-3 ഉള്ളിൽ നമ്മൾക്കത് കപ്പ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചെല്ലാം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ചെടിയിൽ നിന്ന് ഒരു 3-4-5 പീസ്, ഒരു 1.5 കിലോ കിട്ടിയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. എനിക്കറിയില്ല, ഏട്ടൻ അങ്ങനെ എന്തോ കണക്ക് പറഞ്ഞിട്ട് അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മൾ ഈ കപ്പ കളയില്ലല്ലോ, ആ കപ്പ ഇങ്ങനെ പറിച്ചെടുത്തതിന് ശേഷം, കിഴങ്ങ് പറിച്ചെടുത്തതിന് ശേഷം നമ്മളത് പിന്നെയും കുഴിച്ചിട്ടാൽ പിന്നെയും വരും കേട്ടോ. അതാണ് ആ ചെടി സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് കുറച്ചും കൂടി ഇങ്ങനെ തിരയാണ് ഉണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടാലും നമുക്ക് കുറച്ച് കിട്ടി, ഒരു ഇത്തിരിയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കി പിന്നെ ആ ചെടികൾ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, നമുക്കത് പിന്നെ നടാലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഇതാ ഇത്രയൊക്കെയാണ് നമുക്ക് കിട്ടിയത്. കാണിച്ചു തരാം. 2 അവിടെ സൈഡിലേക്ക് കിടക്കുന്നുണ്ട്. പിന്നെ അതായത് അങ്ങനെ ഒരു 1.5 കിലോൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ടെന്നാണ് ഏട്ടൻ പറഞ്ഞത്. അപ്പോൾ അത് നമ്മളും കുറച്ചെടുത്ത് വലിയമ്മയ്ക്കും കുറച്ച് കൊടുത്ത് നമുക്കത് പുഴുങ്ങാനും പിന്നെ കുറച്ച് ഇവിടെ കറിയൊക്കെ വെച്ച് കഴിക്കുമല്ലോ നമ്മൾ. ചോറിൻ്റെ കൂടെ ഉപ്പേരി, കൊള്ളി ഉപ്പേരി എന്നൊക്കെ പറഞ്ഞ് വെച്ച് കഴിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ കൊള്ളിത്തണ്ട് നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് പിന്നീട് കുഴിച്ചിടാം. ഇന്ന് ചെയ്തില്ല, പിന്നെ കുഴിച്ചിടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് വീട് വേഗം ഒന്ന് ബക്കറ്റിലൊക്കെ ഇട്ട് നല്ലോണം കഴുകി അതിൻ്റെ ചളിയൊക്കെ പോക്കി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കണം. പിന്നെ അതിന് ശേഷം കുറേ ദിവസം മുമ്പേ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചീവി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അമ്മ ആശുപത്രിയിലായ സമയത്ത് നമുക്ക് അച്ചാറൊന്നും ഉണ്ടാക്കാൻ സമയം കിട്ടില്ല. ഇപ്പോഴാണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ ഉണ്ടാക്കിയെന്നല്ല, വലിയമ്മ ഉണ്ടാക്കിയാണ്. അപ്പോൾ പകർത്തി വെക്കണം, കുറച്ച് വലിയമ്മക്കും കുറച്ച് ഞങ്ങൾക്ക്. അത് കഴിയുമ്പോൾ വലിയമ്മ കുറച്ച് ചക്കട കൊണ്ടുവന്നിട്ടുണ്ടായി, നല്ല ചൂട് ചക്കട. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് പൊതുവേ ചക്കയോടൊന്നും വലിയ താല്പര്യമില്ല. എന്തെങ്കിലും അത്യാവശ്യം ചക്ക കാലാകുമ്പോൾ കുറച്ച് കഴിക്കുന്നല്ലാതെ ചക്ക ഫാൻ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ഇത്തിരി കഴിക്കും, അത്രയേ ഉള്ളൂ. ഇത് വലിയമ്മ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുപോകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന കാട്ടി നല്ല അടിപൊളി ടേസ്റ്റ് വലിയമ്മ ചക്കട ഉണ്ടാക്കി കൊണ്ടുവരാറുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കിഷ്ടമാണത്. അപ്പം ആള് ചക്കടയെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് നല്ല ചൂടോട് കൊണ്ടാക്കി തന്നപ്പോൾ പിന്നെ അതൊക്കെ അങ്ങോട്ട് കഴിച്ചു. പിന്നെ എന്ന് വെച്ചാൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോട്ടറിൽ വെള്ളമില്ല എന്നുള്ള അവസ്ഥ മനസ്സിലാക്കിയത്. അപ്പോൾ പിന്നെ ശരി, കൈ കഴുകാൻ വേണ്ടി പോയപ്പോഴാണ് മോട്ടറിൽ പൈപ്പിൽ വെള്ളം ഇല്ലാത്തത്. അപ്പോൾ മോട്ടർ അടിക്കാൻ വേണ്ടി പോയപ്പോൾ മോട്ടറാണെങ്കിൽ 8-ന് പണി വന്നിരിക്കുകയാണ്, വെള്ളം കയറുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ സംഭവിക്കാറുണ്ട്, എനിക്ക് ഇടയ്ക്ക് മോട്ടർ ഓണായി കിട്ടാറുണ്ട്. എൻ്റെ ഭാഗ്യം കൊണ്ടാണെന്നാണ് നോക്കാൻ വന്ന ചേട്ടൻ പറഞ്ഞത്. നിങ്ങളുടെ ഭാഗ്യം കൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ വെള്ളമെങ്കിലും കിട്ടുന്നത് അടിക്കുന്നത്. കാരണം നമുക്കിവിടെ കിണറില്ല, കിണറിൻ്റെ കോരിയെങ്കിലും എടുക്കായിരുന്നു. അപ്പോൾ വെള്ളം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് കുറേ കഷ്ടപ്പെട്ടു. ഏട്ടൻ്റെതായ രീതിയിൽ നോക്കിന്. പിന്നെ മോട്ടർ നന്നാക്കാൻ വേണ്ടി ആൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഏട്ടാ വന്നത്. പിന്നെ ഏട്ടനാണെങ്കിൽ മുറ്റത്ത് ചാണകം ഇട്ടിട്ട് മക്കളിങ്ങനെ കളിച്ചിട്ട് ബൂട്ടൊക്കെ ഇട്ട് കളിച്ചിട്ട് അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഏട്ടനത്, അമ്മ ആണ് സാധാരണ ചാണകം മെഴുകുക, അപ്പോൾ ആൾ തന്നെ അതൊന്ന് ചളിയൊക്കെ എടുത്തിട്ട് ലെവലാക്കി വെക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുളിയും ജപമൊക്കെ കഴിഞ്ഞ് ശേഷം നമ്മൾ ജപം കഴിഞ്ഞിട്ടില്ല, ജപം ജപിക്കാൻ പോവുകയാണ്. കാരണം വിളക്ക് വെച്ചിട്ടുള്ളൂ. പിന്നെ എല്ലാവരും കുളിയും ജപമൊക്കെ കഴിഞ്ഞ് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കാണിച്ചിരുന്നത് ഇതാണ് സർപ്രൈസ്. എന്തിനാണ് സർപ്രൈസ് എന്ന് വെച്ചാൽ, ഞാനും ഏട്ടനും മക്കൾ കാണാണ്ട് ഞങ്ങൾ പൊതിഞ്ഞതാണ് കേട്ടോ. എന്നുവെച്ചാൽ മോൻ്റെ 10ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അത് ജൂൺ 30-ാം തീയതി. അപ്പോൾ ജൂൺ 30-ൻ്റെ വീഡിയോ ആണ് ഇത്. ഇത്രയും ലേറ്റായി, അത് ഒന്നാമത്തെ കാര്യം. ശരി, അപ്പോൾ ആ സമയം ഞങ്ങൾ പൊതിഞ്ഞ് വെച്ച് പിറ്റേ ദിവസം ജൂൺ 30-ാം തീയതി രാവിലെ 5 മണിക്കാണ് ഇത് കാണുന്നത് കേട്ടോ. മോനെ കാണിച്ചു കൊടുക്കുന്നത്. മോന് ഭയങ്കര ഇഷ്ടമായി. ഉമ്മ എന്ന് പറയാണ്. കാരണം കുറേ ദിവസമായി ഞങ്ങളോട് ബൂട്ട് വാങ്ങി തരാൻ വേണ്ടി പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല, ഞങ്ങളുടെ സാഹചര്യം കൊണ്ടും നമുക്ക് പറ്റിയില്ല. ഓരോ കാര്യങ്ങളും തിരക്കും, പിന്നെ ആശുപത്രി കേസും കാര്യങ്ങളും എന്ന് പറഞ്ഞ പോലെ ഇതൊരു കിറ്റായിരുന്നു. നമ്മുടെ ഫുട്ബോൾ ക്യാമ്പിൽ ഇങ്ങനെ പോകുന്ന പോലുള്ള നമ്മുടെ ജേഴ്സിയും കാര്യങ്ങളും, ഷിങ്കാർഡ്, ബൂട്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതൊരു ദിവസം രാവിലെ പുലർച്ചയ്ക്ക് ആൾ ബാത്റൂമിലേക്ക് കയറിപ്പോയി തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഞങ്ങളിത് വേഗം എടുത്ത് കാണും മുമ്പിൽ കൊണ്ടുപോയി വെച്ചു. കണ്ടവനെ ആൾ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. സർപ്രൈസ് ആയി. അമ്മ എന്ത് പറഞ്ഞില്ല, ഞങ്ങളോട് എന്ത് പറഞ്ഞില്ല അമ്മ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, മോനത് സർപ്രൈസ് അല്ലേ, അതുകൊണ്ടാണ് അമ്മ പറയാത്തതെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു ഉമ്മ ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ആളിത് പൊട്ടിച്ച് നോക്കിയാൽ ഓരോ സംഭവങ്ങളൊക്കെ എടുത്ത് നോക്കി. ഭയങ്കരമായിട്ട് അവൻ സന്തോഷിച്ചു. മോന് 10ാം വയസ്സ് കിട്ടിയാണ്. സാധാരണ കുഞ്ഞു പുസ്തകങ്ങളാണ് സമ്മാനങ്ങളൊക്കെ ആയിട്ട് കൊടുക്കാറുള്ളത്. ഇപ്രാവശ്യം 10ാം വയസ്സായില്ലേ, പിന്നെ കുറേ ഇതിന് വേണ്ടി പറയുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വാങ്ങിച്ചു കൊടുത്തുന്നുള്ളൂ കേട്ടോ. ഒരു എന്താ പറയുക, ജേഴ്സിയുടെ ട്രൗസർ, ജേഴ്സി, പിന്നെ നമ്മുടെ അവന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അവൻ്റെ മോൻ കണ്ടില്ലേ, ഷിങ്കാർഡ്, ബൂട്ട്, ഈ സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ വാങ്ങിച്ചു കൊടുത്തത്. എന്തായാലും കുട്ടി സന്തോഷമായി. കുട്ടിക്ക് സന്തോഷമായപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി. അമ്മ സന്തോഷിക്കാണ്ടപ്പോൾ അച്ഛനും സന്തോഷിച്ചു. പിന്നെ മോള് സന്തോഷം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി സന്തോഷമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ മക്കൾക്ക് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ സന്തോഷത്തിന്. ജൂൺ 30-ൻ്റെ സന്തോഷം ഇതായിരുന്നു എനിക്ക് മുഴുവനായിട്ട്. അത് കഴിഞ്ഞ് ഞാൻ ചെറിയൊരു നോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. മോനെ അമ്മ എന്ന് പറഞ്ഞുള്ള നിലയിൽ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ, എൻ്റെ മോനിങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ എൻ്റെ പരിഭവങ്ങളും പരാതികളും സ്നേഹവും വാത്സല്യവും ഒക്കെ. അപ്പോൾ അതൊക്കെ ആളെടുത്ത് വായിച്ച് നോക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ ബൂട്ടൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. ആദ്യം തന്നെ അതെടുത്ത് വായിച്ച് നോക്കി, ജസ്റ്റ് ഇങ്ങനെ വായിച്ചെല്ലാം നോക്കി, എന്നിട്ട് അതെടുത്ത് മാറ്റി വെച്ച് ആൾ ബൂട്ടൊക്കെ ഒന്ന് നോക്കി. അതിന് ശേഷം രണ്ടാമത് എടുത്ത് വായിച്ചപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഓരോ മുഖത്ത് എനിക്കിത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇമോഷനാവും. അവൻ അതുപോലെയായിരുന്നു ആ സമയത്ത്, അവന് ഭയങ്കര സന്തോഷം ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അന്ന് രാവിലെ കുട്ടികളെ പറഞ്ഞേക്കൊക്കെ ചേട്ടോ, സ്കൂളിലൊക്കെ പറഞ്ഞിട്ട് വൈകുന്നേരത്തെ വീഡിയോ ആണ്. രാവിലെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോ. അപ്പോൾ ഇത് വൈകുന്നേരം പിന്നെ ജേഴ്സി ഒക്കെ എനിക്ക് നിന്നിട്ട് കാണിച്ചു തരുമായിരുന്നു. അപ്പോൾ റൊണാൾഡോൻ്റെയാണ്, ഒരു ജേഴ്സി, റൊണാൾഡോ ഫാനാണ്. അപ്പോൾ അതൊക്കെ ഇട്ടൊന്ന് കാണിച്ച് അങ്ങനെയൊക്കെ സെറ്റായി. പിന്നെ ഞങ്ങൾ പോയി കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ ദിവസം അത്ര കഴിഞ്ഞു. വേറെ ബർത്ത്ഡേ വിശേഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതെന്താ സാധനം എന്ന് പറയും, ഇതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞങ്ങളുടെ മുറ്റത്ത് കണ്ടതാണ് അടുത്ത ദിവസം രാവിലെ. ഡോഗ് വോമിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് കണ്ടത്. സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇന്ന് രാവിലെ വെച്ചാൽ കുഞ്ഞു കുഞ്ഞു ദോശകൾ മോക്ക് വേണം, എന്നിട്ട് കുഞ്ഞു കുഞ്ഞു ദോശ, പിന്നെ പഴം നിറച്ചു കേട്ടോ. നമ്മൾ മലബാർ സ്റ്റൈൽ സ്നാക്കാണ്, പഴം നിറച്ചതാക്കി കൊടുത്തു. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അപ്പുറത്തെ മതിൽ കണ്ട കുറേ ആഫ്രിക്കൻ അച്ഛനെ കണ്ടപ്പോൾ ഫോട്ടോ എടുത്തു എന്നുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് ഒന്നും കൂടി ആ വീഡിയോയും കാര്യങ്ങളൊക്കെ എന്താ പറയുക, ബൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് ഒന്നും കൂടി നോക്കി ഇട്ട് നോക്കി നല്ലോണം അതൊക്കെ എനിക്കൊന്ന് കാണിച്ചു തന്നു. അപ്പോഴും നമ്മുടെ പുറത്ത് അവൾ ഇങ്ങനെ തകർത്താടുകയാണ്. ആര്? നമ്മുടെ മഴ, നല്ല മഴ അപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ കൂടി അപ്പോൾ സൂര്യൻ ഇങ്ങനെ എന്താ പറയുക, വിരിഞ്ഞ് വിരിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. കണ്ണ് തുറന്ന് വിരിഞ്ഞുണ്ടായിരുന്നു എന്നറിയില്ല, അതുപോലെയായിരുന്നു. നല്ല മഴയും പെട്ടെന്ന് ഇങ്ങനെ സൂര്യൻ തെളിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ ദിവസവും മഴ കൊണ്ടുപോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.